അവരുടെ കൂട്ടത്തില് നല്ല മര്യാദയുള്ളവൻ ഇവനായിരുന്നു. ശരിയാ, നല്ല വകതിരിവുള്ള ചെറുക്കനായിരുന്നു. അവൻ എന്തു പറ്റിയോ ആവോ. എന്തു പറ്റാൻ? അവനാ രുക്മിണി പറഞ്ഞ് തലതിരിച്ചിട്ടുണ്ടാവും. ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്നവളാ രുക്മിണി. യോ, അവളെ പോലെ ഭൂലോക ഭാഷണം വേറെ ഇല്ല. അവള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേറുമ്പോ നമ്മൾ എല്ലാരും ഒന്ന് സൂക്ഷിക്കണം. 1-2 പ്രാവശ്യം ചവിട്ടേറ്റ പാമ്പാണ് അവള്. അമ്മേ, അമ്മ കരയല്ലേ? നമുക്കിതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. ഇവിടെ ഇതെന്ത് പറ്റി എല്ലാവർക്കും? ഇതൊന്നും എല്ലാരും വിഷമിച്ചിരിക്കുന്നത് എന്താണ് പ്രിയെ? ആ ഹരീഷ് ഇവിടെ വന്ന് വഴക്കിട്ടിട്ട് പോയി. എന്തിന്? ശ്രീലക്ഷ്മിയെ കാണാൻ ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. അതെന്ത് മര്യാദ കിടവാൻ കാണിച്ചത്? ഇപ്പൊ അവനൊരു തലവനായല്ലോ. ശ്രീമോള, മോളെ, അമ്മേ, മോളെ, മോളെ, നീ എന്തിനാ കരയുന്നേ? അതല്ലമ്മേ, അച്ഛനും ഋതിക്കും കൂടി ഇവിടെ വന്നപ്പോ ഹരീഷ് ചേട്ടൻ അവരോട് മോശമായിട്ട് പെരുമാറിയേ. മോളെ, അവൻ ഇവിടെ വന്നു. ഇനി മോളെ കാണാൻ അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് താക്കീത് ചെയ്തിട്ട് പോയി. ഹരീഷ് ചേട്ടൻ അവിടെ വന്നു. ചെന്നടി, ഞാൻ അവിടെയും ചെന്നു. ഹലോ, അവരോട് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിരിക്കുന്നു. നാശങ്ങള് ഇങ്ങോട്ട് ചാടി. എന്താ ഹരീഷ് ചേട്ടാ ഇത്? മിണ്ടരുത്. ഞാൻ അവിടെ ചെന്നത് സെക്കൻഡുകൾക്കകം. അവര് നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ? അയ്യോ, അവിടെ നിന്റെ അമ്മ വിളിച്ചതല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. വേണ്ട, അവരുമായിട്ട് നിനക്ക് ഇനി ഒരു ബന്ധവും പാടില്ല. എനിക്കും നിനക്കും നമ്മൾ മാത്രം മതി. ഹലോ, ഹലോ. എന്താമ്മേ? മോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഹരീഷ് വന്നതാ തോന്നുന്നേ. അയ്യോ, എന്തോ ഒരു ശബ്ദം കേട്ടു. ആ വൃത്തികെട്ടവൻ കൊച്ചിനെ തല്ലുവല്ലോ ചെയ്ത് കാണുമോ? അയ്യോ, അങ്ങനെ ചെയ്താ അവൻ വിവരം അറിയും. എടാ, അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേടാ. അവരുടെ കുടുംബജീവിതത്തിൽ കയറി നമുക്ക് ഇടപെടാൻ പറ്റുമോ? ആ രുക്മിണി ചേച്ചി അണയറയിലുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഉണ്ടാവും, ഉറപ്പായിട്ടും അവളുണ്ടാവും. ഈശ്വര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ തമ്മിലുള്ള സ്നേഹം ഇതുപോലെ തുടരണമെങ്കിൽ അവരുമായിട്ട് ഒരു സഹകരണവും പാടില്ല. ഇതെന്റെ തീരുമാനോ.